ജിതിൻ, ബാംഗ്ലൂർ 44. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വരുമ്പോഴുള്ള മാനസികാവസ്ഥയും വന്ന് ഒരാഴ്ച കഴിഞ്ഞുള്ള മാനസികാവസ്ഥയും എന്താണ്? ഞാൻ ആക്ച്വലി നിങ്ങൾ വരാനുള്ള കാരണം ഞാൻ ബിരിയാണിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റി ബിരിയാണിയെ പറ്റി. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തു, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാതെ റണ്ണുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു കോഴ്സ് ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? സോഷ്യൽ മീഡിയ. ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു? ഇവിടെ വന്ന് ഈ ഒരു കോഴ്സ് എടുത്തില്ലേ, അപ്പൊ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ്? ഞാനും ഇത് ബിരിയാണിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. അത് ഏറെക്കുറെ എനിക്ക് മനസ്സിലായി, എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലായി. ഇവിടെ ഭക്ഷണത്തിന് രുചി കൂടാൻ എന്തെങ്കിലും കെമിക്കലുകൾ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ബിരിയാണികൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, കേട്ടിട്ടുണ്ടെങ്കിലും അതിപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിക്കുന്നത്? അത് ഇവിടെ വന്നിട്ടാണ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തിൽ ഇവിടെ വ്യത്യസ്ത ബിരിയാണികൾ ഉണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് തോന്നിയത്? അതായത് വ്യത്യസ്തമായ ബിരിയാണികൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. ഇവിടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട്? വളരെ നല്ല മികച്ച രീതിയിലാണ്. നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഏതൊക്കെ തരത്തിലുള്ള പ്രായക്കാർക്ക് ഇത് പഠിക്കാൻ പറ്റുമെന്നാണ്? ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റും. ഏജ് ലിമിറ്റ് ഇല്ല. ഇത്തരത്തിലൊരു കോഴ്സ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതിയോ? പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പഠിക്കണം. ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് പറയാനുള്ളത്, ഇപ്പം ഹോട്ടൽ ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം ഓണേഴ്സ് ആണെങ്കിലും ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബുഹാരി ഷെഫിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു വാക്ക് പറയാം? ഒരു ആൽക്കമിസ്റ്റ്. ഷെഫ് ബുഹാരിയിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം? നോളജ്. ബിരിയാണിയും ബിസിനസ്സും, ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ ക്ലാസ്സിൽ നിന്ന് എന്ത് മനസ്സിലായി? ബിസിനസ് എങ്ങനെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് മനസ്സിലായി. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വരാൻ സാധ്യത? തീർച്ചയായും. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിച്ചത്? ബിരിയാണികൾ അതിൽ തന്നെ കാറ്റഗറൈ ചെയ്ത് പറയാൻ പറ്റും? ഞാൻ രണ്ടെണ്ണം നോക്കിയുള്ളൂ. നമ്മുടെ തലശ്ശേരി ബിരിയാണിയും ഇതും എന്താണ് അമ്പൂർ ബിരിയാണി. ബുഹാരിക്ക് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഒരു ബിസിനസ് മോഡൽ എങ്ങനെ മുന്നോട്ട് ബിരിയാണിയിൽ കൂടെ കൊണ്ടുപോകുന്നുള്ളതാണ് എനിക്ക്. ഇവിടെ നിന്ന് പഠിച്ചാൽ നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ച്? നിങ്ങൾക്ക് അത് ഒരു പരിധി വരെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സമ്പന്നനാകാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? ഓക്കെ. ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും? സാധിക്കും. മറ്റെന്തെങ്കിലും വിശദമായി പറയാനുണ്ടോ സ്ഥാപനത്തെ കുറിച്ചും ബുഹാരിക്കയെ കുറിച്ചും? ഇങ്ങനെ ആൾക്കാർക്ക് നോളജ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ.